അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് പറഞ്ഞു. എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ്? അക്കൽമന്ത് കിസാൻ. രസകരമായ ഒരു കഥയാണ് നമുക്കിന്ന് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും കഥ കേൾക്കൂലേ? അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധയോടെ കേൾക്കിട്ടോ. പണ്ട് പണ്ട് ഭാരതത്തിൽ ഒരു രാജാവ് ഭരിച്ചിരുന്നു. पुराने ज़माने में भारत में एक राजा राज करता था. पुराने ज़माने में भारत में एक राजा राज करता था. ഈ രാജാവ് വളരെ കാരുണ്യവാനായിരുന്നു. ഈ രാജ बहुत रहम दिल था. ये രാജാ बहुत रहम दिल था. എല്ലാവരും ഈ രാജ്യത്ത് संतुष्टराയിരുന്നു. उसके राज में सब खुश थे. उसके राज में सब खुश थे. അങ്ങനെ രാജാവ് തൻ്റെ പ്രജകളുടെ അവസ്ഥകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴൊക്കെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങുമായിരുന്നു. തൻ്റെ പ്രജകളുടെ അവസ്ഥ കാണാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിൽ നിന്ന് രാജാവ് പുറത്തിറങ്ങുമായിരുന്നു. രാജ अपनी प्रजा की हालत देखने के लिए कभी कभी महल से बाहर निकला करता. അങ്ങനെ എല്ലാവരും എല്ലാ ജനങ്ങളും രാജാവിനെ ബഹുമാനിക്കുമായിരുന്നു. ആ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും രാജാവിനെ നന്നായി ബഹുമാനിക്കുമായിരുന്നു. സബ് ലോഗ് രാജാക്ക് ഇസ്സത്ത് കർത്തേ ഥേ. അങ്ങനെ ഒരു ദിവസം രാജാവ് ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഇറങ്ങി. രാജാവ് ഒരു വഴിയിലൂടെ ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി. ഏക് ദിൻ രാജ ഘൂംനെ ഗയ. അങ്ങനെ വഴിയിൽ അദ്ദേഹം ഒരു കർഷകനെ കണ്ടു. രാസ്തേ മേ ഉസേ ഏക് കിസാൻ ദിഖായി ദിയ. ആ കർഷകൻ തൻ്റെ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കർഷകൻ എന്തു ചെയ്യായിരുന്നു? തൻ്റെ വയലിൽ തൻ്റെ പാടത്ത് പണിയെടുത്തു കൊണ്ടിരിക്കുകയായിരുന്നു. കിസാൻ അപ്നെ ഖേത് മേ കാം കർ രഹാ ഥാ. രാജാവ് അദ്ദേഹത്തിൻ്റെ ആ പാടത്തേക്കൊന്ന് പോയി, അദ്ദേഹത്തിൻ്റെ വയലിലേക്ക് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി. രാജ ഉസ്കെ ഖേത് പർ ഗയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? വളരെ എളുപ്പത്തിലുള്ള ഒരു പാഠമാണ് എന്ന് നമ്മൾ പറഞ്ഞു. വളരെ സിമ്പിളായിട്ട് അല്ലേ? രാജ ഉസ്കെ ഖേത് പർ ഗയ. ഉസ് ഖേത് മേ കിസാൻ നെ ഗേഹൂം ഭൂ രഖേ ഥേ. അന്നേരത്ത് ആ കർഷകൻ എന്ത് ചെയ്യായിരുന്നു? അവിടെ ഗോതമ്പ് വിതറുകയായിരുന്നു. ഗേഹോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഗോതമ്പ്. ബോന എന്ന് പറഞ്ഞാൽ വിതറുക. നമ്മൾ വിതറുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഗോതമ്പുകളൊക്കെ അത് നടുന്നതിന് മുമ്പായിട്ട് അത് വിതറുകയായിരുന്നു. അതിൻ്റെ ധാന്യങ്ങൾ വിതറുകയായിരുന്നു. ആ വയല് വളരെ പച്ച പിടിച്ചതായിരുന്നു. ഖേത്ത് ഹറാ ഭറാ ഥാ. രാജാവ് ആ വയല് കണ്ടിട്ട് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ സന്തുഷ്ടനായി. രാജ ഖേത് ദേഖർ ബഹുത് ഖുശ് ഹുവാ. അങ്ങനെ രാജാവ് ആ കർഷകനോട് ചെന്നിട്ട് ചോദിക്കാണ്. എന്താ ചോദിക്കുന്നത്? ഉസ്നെ കിസാൻ സെ ജാക്കർ പൂഛാ. ഉസ്നെ കിസാൻ സെ ജാക്കർ പൂഛാ. ക്യാ പൂഛാ? എന്താ ചോദിക്കുന്നത്? തും ഇസ് ഖേത് സെ കിത്ന കമാ ലേത്തെ ഹോ. രാജാവ് വളരെ അത്ഭുതത്തോടുകൂടെ ഈ കർഷകൻ്റെ ജോലി കണ്ട് ആ കർഷകനോട് ചോദിക്കാണ്, നീ ഈ പാടത്ത് നിന്ന് ജോലി എടുത്തിട്ട് നീ എത്ര സമ്പാദിക്കുന്നു? കമാന എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക. കമാന എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക. തും ഇസ് ഖേത് സെ കിത്ന കമാ ലേത്തെ ഹോ. നിങ്ങൾ ഈ വയലിൽ നിന്ന് എത്രയാണ് സമ്പാദിക്കുന്നത്? അന്നേരം ആ സാധുവായ കർഷകൻ
രാജാവിനോട് നിഷ്കളങ്കമായി മറുപടി പറയുകയാണ്. ആ കർഷകൻ രാജാവിനോട് മറുപടി പറഞ്ഞു. കിസാനെ ജവാബ് ദിയ, കിസാനെ ജവാബ് ദിയ. എന്താ മറുപടി പറഞ്ഞത്? हुजूर बस ये समझ लीजिए 1 रुपया रोज़ के हिसाब से पड़ जाता है. രാജാവിനോട് എന്താ മറുപടി പറഞ്ഞത്? ദിനേന എനിക്ക് 1 രൂപയാണ് എനിക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. ഹുസൂർ, രാജാവേ, എനിക്ക് ദിനേന 1 രൂപയാണ് ഞാൻ ഇതിലൂടെ സമ്പാദിക്കുന്നത്. 1 രൂപയാണ് എനിക്കിതിലൂടെ ലഭിക്കുന്നത്. അന്നേരം രാജാവ് തിരിച്ചു ചോദിക്കുകയാണ്, അച്ഛാ 1 റുപ്യ റോസ്, ഓരോ ദിവസവും 1 രൂപ അല്ലേ? ഓരോ ദിവസവും 1 രൂപ. അതെ. അച്ഛാ 1 റുപ്യ റോസ്, तो फिर तुम इस 1 रुपया का क्या करते हो? അന്നേരം രാജാവ് പിന്നീട് ചോദിക്കുകയാണ്, ദിവസവും 1 രൂപ സമ്പാദിക്കുന്ന നീ എന്താണ് ഈ 1 രൂപ കൊണ്ട് ചെയ്യുന്നത്? तो फिर तुम इस 1 रुपया का क्या करते हो? ഈ 1 രൂപ കൊണ്ട് നീ എന്താണ് ചെയ്യുന്നത്? അതെ, രാജാവ് ചോദിച്ചു. രാജാനെ പൂച്ച. ഇനി ബാക്കി അടുത്ത ക്ലാസ് അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞു എന്നതാണ് വളരെ ആകാംക്ഷയുണ്ടാക്കുന്നത്. വളരെ രസകരമായ ഈ കർഷകൻ്റെ ബുദ്ധി ഇതിലൂടെയാണ് മനസ്സിലാക്കാൻ കഴിയുക. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അവതരിപ്പിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.